ഹായ്. വിഷുവിന് കൈനീട്ടം കൊടുക്കാറില്ലേ നമ്മളെല്ലാവരും? അതൊരു ആചാരം പോലെ ചെയ്തു വരികയാണ്. ഈ വർഷം ഇത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ സമ്പത്ത് നിങ്ങളിൽ വന്ന് നിറയുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. കൈനീട്ടം കൊടുക്കുന്നത് പലരും പല മനോഭാവത്തോടെയാണ്. ചിലർ കൊടുക്കണമല്ലോ എന്ന രീതിയിൽ ഉള്ളിലൊരു വിഷമം നിർത്തിക്കൊണ്ട് കൊടുക്കും. മറ്റു ചിലർ ഇതെന്തായാലും കൊടുക്കേണ്ടതാണ് അറിഞ്ഞുകൊണ്ട് ഒരു ന്യൂട്രലായി അവർ അത് കൊടുക്കുന്നു, പ്രത്യേകിച്ച് ഒരു വികാരവുമില്ലാതെ. എന്നാൽ സന്തോഷത്തോടെ കൊടുക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ തവണ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ 10 മടങ്ങ് നമ്മളിലേക്ക് തിരികെ വരുന്നത് നമുക്കറിയാൻ കഴിയും. പിന്നെ 10 മടങ്ങായി നമ്മളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ പണം കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ നമ്മൾ ഈ പണം കൊടുക്കുക. നഷ്ടപ്പെടുമെന്ന ബോധമാണ് നമ്മളിൽ പലപ്പോഴും വിഷമം ഉണ്ടാക്കുന്നത്. എന്നാൽ അത് ഇരട്ടിയായി തിരിച്ചു കിട്ടുമെന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിലും അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് പൈസ മുടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടായിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത്. കാരണം നമുക്കത് തിരികെ വരാനുള്ളൊരു പണമാണ്, അത് നമുക്കറിയാം. അതേ മനോഭാവത്തിൽ ഈ പണം കൊണ്ട് അവർക്ക് എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തു നോക്കും. ഈ തവണ നിങ്ങൾ ചേഞ്ച് സംഭവിക്കാൻ നമുക്കറിയാൻ കഴിയും. ന്യൂട്ടൺ തേർഡ് ലോ പറയുന്ന പോലെ തുല്യവും വിപരീതവുമായ ഒരു പ്രവർത്തനം തീർച്ചയായും നിങ്ങളിലേക്ക് ഉണ്ടാകും. നമ്മൾ സന്തോഷത്തോടെ നൽകുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രതിപ്രവർത്തനം തീർച്ചയായും നടന്നിരിക്കും. ധനം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയും. ഇത് കൈനീട്ടം കൊടുക്കുമ്പോൾ മാത്രമല്ല, പണം കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം പണത്തിൻ്റെ ഈ സീക്രട്ട് നമ്മൾ ഓർക്കുക. ഇവിടെ പ്രവർത്തിക്കുന്നത് പണത്തിൻ്റെ എനർജിയാണ്. പണത്തിന് ഒരു എനർജി ഉണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പണത്തിൻ്റെ ഈ എനർജിയെ നമ്മളെ ഒരു കുട്ടിയാണ് നമ്മൾ സങ്കല്പിച്ച് നോക്കിയേ. ആ കുട്ടി നമ്മുടെ അടുത്തുള്ളപ്പോഴെല്ലാം അവനെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോഴും നമ്മൾ ആനന്ദത്തോടെയാണ് അവനോട് പെരുമാറുന്നതെങ്കിൽ നമ്മളെ കാണുമ്പോഴൊക്കെ ആ കുട്ടി നമ്മളിലേക്ക് ഓടിയെത്തും. ശരിയല്ലേ? നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടാവും. അതേസമയം അവൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ ടെൻഷനിലായിരിക്കും. പക്ഷേ ആ ഒരു ടെൻഷനും ആ ഒരു ദേഷ്യവും എല്ലാം നമ്മളിൽ നിന്ന് അവനോട് പ്രകടിപ്പിക്കുകയാണെങ്കിലോ പിന്നീട് അവന് നമ്മളിലേക്ക് എത്താൻ താല്പര്യമുണ്ടാകുമോ? നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണവും ഇതുപോലെ തന്നെയാണ്. വിനിമയം ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഈ വികാരം അല്ലെങ്കിൽ നമുക്ക് ഈ സന്തോഷം ഉണ്ടാകാറുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ ആ വികാരത്തിൻ്റെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, നമ്മൾ വാങ്ങുന്ന ഒരു സാധനം നമുക്ക് പണനഷ്ടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈ പണത്തെ എത്ര പ്രാവശ്യം നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും? നമുക്കിതുവരെ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തെറ്റുപറ്റിയത്. നമ്മൾ നമ്മുടെ ആ ചെറിയ കുഞ്ഞിനോട് എത്ര സ്നേഹത്തോടെ നാം പെരുമാറുന്നുവോ അത്രതുപോലെ അതിനേക്കാൾ 10 മടങ്ങ് സ്നേഹത്തോടെ നമ്മൾ ആ പണത്തിനെ കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ പണത്തിന് പകരമായി നമുക്ക് കിട്ടുന്ന വസ്തു നമുക്ക് നഷ്ടം വരുത്തുന്ന ഒരു വസ്തുവാണെങ്കിൽ കൂടി ആ പണം കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് എല്ലാ സമൃദ്ധിയും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ആ പണം കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൂടെ നമ്മളിലേക്ക് തിരികെ വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മളിലേക്ക് വരുന്ന ഓരോ ചെറിയ കോയിൻ ആണെങ്കിൽ പോലും അത് നമ്മൾ എത്തിച്ചു തന്ന നാം വിശ്വസിക്കുന്ന ശക്തിയോട് നമ്മൾ നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. ആ പണത്തിനോട് നാം സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അനന്തരഫലമായി നമ്മളിൽ സമൃദ്ധി പല രീതിയിൽ വന്ന് നിറയുന്നത് നമുക്കറിയാൻ പറ്റും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ ഈ വിനിമയത്തിൽ വരുത്തിയ അവരുടെ ഉള്ളിലുള്ള മാറ്റം അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ നിമിഷം മുതൽ വിശ്വാസത്തോടെ പണത്തിനെ ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിലും അതൊരു വലിയ മാറ്റമായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.